അപ്പം നമ്മളിതേ ഒരു ഫ്രൈഡേ നൈറ്റാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിതേ അപ്പോൾ പുറത്തിറങ്ങാൻ റെഡിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു നൈറ്റായിട്ട് നല്ല ലേറ്റായിട്ട് തന്നെ ഇറങ്ങിയത് ഒരു 10:30 ഒക്കെ ആയി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ. കാരണം നമ്മൾ പോണത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. വെച്ചാൽ ദുബായിൽ തന്നെ ഭയങ്കര വലിയൊരു ഫിഷ് മാർക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഉഹീദയാണ് കേട്ടോ പ്ലേസ്, ദേരയിലാണ് അതുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ബ്രിഡ്ജ് കയറാൻ പോവുക. നമ്മൾക്കിങ്ങനെ കാണുന്നുണ്ട് ആ ബ്രിഡ്ജ്. അപ്പോൾ ആ ബ്രിഡ്ജ് നമ്മളിങ്ങനെ മെല്ലെ കയറാൻ പോവുക. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നാണ് പറയുക. അതെന്താ പേര് വന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പാട്ടും കേട്ട് 3 പേരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതാ അങ്ങനെ കുറച്ച് പോയി. അങ്ങനെ നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എത്തി. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്നാണ് കേട്ടോ ഫിഷ് മാർക്കറ്റ് പറയുക. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യൂ ടേണൊക്കെ എടുത്ത് ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മളിതേ യൂ ടേണൊക്കെ എടുത്ത് പോയി. നമ്മളിതേ എത്തിയിട്ട് നമ്മൾ പാർക്കിംഗ് സെർച്ച് ചെയ്യണം. പക്ഷെ പാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ദുബൈയിൽ കുറച്ച് സീനായിട്ടുള്ളൊരു സംഭവമാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണ അവിടെ ആണെങ്കിലും പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടിയാണ് ഫുള്ള് പാർക്കിങ്ങിന്. അപ്പോൾ ഇങ്ങനെ ഇതാ ചിയുവിൻ്റെ ഡാഡ പാർക്കിംഗ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ചിയു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾക്ക് ഫിഷിനെയും ക്രാബിനെയും എല്ലാം കാണാലോ എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഡാൻസിങ് ആണ് ആൾ. ഡാഡ അവിടെ പാർക്കിംഗ് തപ്പിക്കൊണ്ടേയിരിക്കുന്നു, തെരഞ്ഞ് നടക്കുന്നുണ്ട് പാർക്കിംഗ്. അങ്ങനെ ഫൈനലി കിട്ടി. നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഇതാ നമ്മളൊരു ഒരു ഹാഫ് മൂണിൻ്റെ ഒരു റംസാൻ സ്പെഷ്യലായിട്ടുള്ളൊരു ഇത് കണ്ട്, സ്റ്റാച്യു പോലത്തേത്. അതിൽ വെച്ച് നമ്മൾ ആദ്യം വിചാരിച്ച സ്റ്റോണാണ്, പക്ഷെ അത് ഫുള്ള് ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഫുള്ള് ഡേറ്റ്സ് ആയി ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിന്നു. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സ്റ്റാച്യു ഒക്കെ ഉണ്ട്. പിന്നെ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ട് അവിടെ. നമുക്ക് ഫുൾ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് വരാവുന്നൊരു പ്ലേസാണ്. കുട്ടികളുടെ ടോയ്സ് ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം. അപ്പോൾ നമ്മളിതേ മെല്ലെ കയറിയിട്ടുണ്ട്. ഇത് ഫിഷ് മാർക്കറ്റിലേക്ക് നമ്മൾ മെല്ലെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിഷ് വാങ്ങിക്കുന്ന സ്ഥലം ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ ലൈവ് ഫിഷാണ്. എന്നുവെച്ചാൽ ഇതിൽ ലോബ്സ്റ്റർ ഉണ്ട്, പിന്നെ ക്രാബ് ഉണ്ട്, അങ്ങനെയുള്ള ഓയിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷസാണ്. മീൻസ് ഫിഷസ് അല്ല, എന്താ പറയുക, ഷെൽ ഐറ്റംസ് അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ മോൾക്ക് ഇത് കാണാനാണ്, ചിയുവിന് ഇത് കാണാനാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിങ്. അവൾ എക്സൈറ്റഡും ഇത് കാണാനാണ്. അപ്പോൾ നമ്മൾക്ക് അവളുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ നമുക്ക് ഫിഷും വാങ്ങിക്കാം, അവൾക്കൊരു പുറത്ത് പോയി എന്നുള്ളൊരു ഫീലും ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷ് മെയിൻലി വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരാറ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവളെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കും. കുറച്ച് നേരം എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇതൊക്കെ കണ്ടോ, ലോബ്സ്റ്റേഴ്സിൻ്റെയൊക്കെ വലിപ്പം ഭയങ്കര വലിപ്പമാണ്, നല്ല ബിഗ്ഗായിട്ടുള്ള ലോബ്സ്റ്റേഴ്സാണ്. പിന്നെ ഇതേ ഓയിസ്റ്റർ, അതിൻ്റെ ഇടയിൽ ഈ ക്രാബിനെയും ലോബ്സ്റ്റേഴ്സിനെയൊക്കെ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മേ ബി അങ്ങോട്ട് അഴിഞ്ഞ് പോവാതിരിക്കാനാണ് തോന്നുന്നുണ്ട്. മേ ബി അതായിരിക്കും. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രാബും ലോബ്സ്റ്റേഴ്സൊക്കെയാണ്. കാരണം ഒന്നിന് തന്നെ വർത്ത് ചെയ്യുന്നത് 9,000 സംതിങ് ദിറംസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷസാണ്. നമുക്ക് നമുക്ക് ഈ ഫിഷസിനെ പിടിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് തരും. അങ്ങനെ ഒരു സെക്ഷനാണിത്. നല്ലോണം നോക്കി നിൽക്കുന്നുണ്ട് ഡാഡയും മോളും കൂടിയിട്ട്. ഇവിടുത്തെ ഒരു വലിയൊരു ക്രാബാണ്. ഞാനപ്പോൾ അവരുടെ അടുത്ത് പറയേണ്ടത് ഇങ്ങനെ തന്നെ നിൽക്കും, നിങ്ങൾ രണ്ടുപേരും നല്ല വ്യൂ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ആ ക്രാബും വരുന്നുണ്ട്, നല്ല വ്യൂ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ നമ്മൾ ഈ ഒരു ക്രാബിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടക്കുകയാണ്. ആ ക്രാബ് കണ്ടോ, എനിക്ക് പേടിയാവുണ്ടായിരുന്നു കണ്ടിട്ട്, ഇതെങ്ങനെ ഇറുക്കുമോ. പക്ഷെ എനിക്ക് ആക്ച്വലി ക്രാബ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ക്രാബും പ്രോട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫിഷിനേക്കാൾ കൂടുതൽ എനിക്ക് അങ്ങനത്തെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ. ഈ ഫിഷിൻ്റെ പേര് അമൂറാണെന്ന് തോന്നുന്നു. ഇത് ചില സമയത്ത് എന്താ പറയുക,
നമ്മൾ ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ആയിട്ട് കിടക്കും ചില സമയത്ത് ഒരു കണ്ണൊക്കെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. മേ ബി വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടേയിരിക്കും. ഇതൊരു ക്രാബ്, ഇതൊരു സ്നേക്ക് പോലെയുള്ള ഫിഷാണ്. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യത്തിൽ എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ഒരു സ്നേക്ക് പോലെ തന്നെ ഉണ്ടല്ലേ കാണുമ്പോൾ. ശരിക്കും ഇതൊക്കെ എങ്ങനെ കഴിക്കാൻ തോന്നണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് തന്നെയാണ് ഈ ഏരിയയിലുള്ളത്. പിന്നെ കുറേ ഫിഷ് ഉണ്ട്. ഇതിൻ്റെ പേരും അറിയില്ല, എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഇതിപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഇവർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. കുറേ എംപ്റ്റി ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ കുറച്ചുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവർ ഫുള്ള് അതിൽ എന്താ പറയുക, ഫുള്ള് നിറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒരു 2-3 ഇതും കൂടി ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ശരിക്കൊരു വണ്ട് പോലെ ഉണ്ട്. ശരിക്കും അതുപോലെ ഉണ്ട്. പക്ഷേ ഐ തിങ്ക് പ്രോൺസിൻ്റെ ചെറുതാണ് തോന്നുന്നു. ഇതാണ് അമ്മൂർ ഫിഷ്. വായ തുറക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഇവിടെ ഈ എഡിബിളല്ലാതെ പിന്നെ നമുക്ക് ഓർണമെൻ്റൽ ആയിട്ടുള്ള ഫിഷസും കിട്ടും കേട്ടോ. നമ്മുടെ എക്കോറിയം ഫിഷസ്, പിന്നെ കുഞ്ഞു ടോട്ടോയ്സുകൾ, അതിൻ്റെ മുകളിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തതൊക്കെ ഉണ്ട്. ഇപ്പം നല്ല കുറവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ബേബിനെ കണ്ടപ്പോൾ ഞാൻ കൊഞ്ചിച്ചത്. അവനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്ന, പിന്നെ മോള് നോക്കി നിൽക്കുന്ന പോലെ തന്നെ അവൻ നോക്കി നിൽക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെയാണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് സിംഗിൾ പീസായിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. പിന്നെ എക്കോറിയത്തിന് വേണ്ടിയിട്ടുള്ള കുറേ ഇങ്ങനെ അവൻ്റെ ഫിഷിൻ്റെ ഫീഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഫിഷ് ഇട്ട് വെക്കാനുള്ള ബൗളുകൾ, അതായത് കുറേ ടോട്ടോയ്സ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ റാറ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് മൗസ് ഇല്ലേ, അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഷോപ്പിൽ കുറേ ഇങ്ങനത്തെ കളേർഡായിട്ടുള്ള ഫിഷസ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ലൈക്ക് പൊടിമീൻ പോലെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഫിഷസാണ് ഉള്ളത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പൂതിയായിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയതാണ്. പക്ഷേ നമുക്ക് അത്രയും കയ്യിലൊന്നും വെച്ചാൽ ചിലപ്പോൾ കാണില്ല, അത്രയും കുഞ്ഞായിട്ടുള്ള ഫിഷസ് ആയിരുന്നു. ബട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നല്ല ഭംഗിയുണ്ട്. സോ ഞാൻ ക്യാപ്ചർ ചെയ്തു. പിന്നെ അതിൻ്റെ ഈ ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ നീമോ എന്ന് പറഞ്ഞൊരു അനിമേറ്റഡ് ഫിഷിൻ്റെ മൂവി ഉണ്ട്. അതിലെനിക്ക് കണ്ടൊരു ഓർമ്മ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ അതിനെയൊക്കെ ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് എടുത്തതാണ്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ എൻ്റെ മോളെ ഒന്ന് സന്തോഷമാക്കിയിട്ട് നമ്മൾ മെല്ലെ പിന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങി, ഫിഷ് വാങ്ങിക്കാൻ ഇറങ്ങി. എൻ്റെ തൊട്ട് സൈഡ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്ന ഒരു ഷോപ്പിൽ തന്നെ പോവുള്ളൂ നമുക്ക് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആ ഷോപ്പ്. പ്രൈസ് ആണെങ്കിലും ഓക്കെയാണ്, ഫിഷ് ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിതേ സ്ക്വിഡ് വാങ്ങിച്ച്, നമ്മളവിടെ കണവ അല്ലെങ്കിൽ എന്താ പറയുക കൂന്തൽ എന്ന് പറയും. പിന്നെ ഇതേ മുള്ളൻ വാങ്ങിച്ച്, വാള വാങ്ങിച്ച്, അങ്ങനെ വാങ്ങിച്ച്. പിന്നെ ഇവിടെ ഒരു ബേബിൻ്റെ കൂടെ ഒരു മോളിതേ കളിക്കുന്നുണ്ട്, ആ കുട്ടിൻ്റെ കൂടെ നിന്ന് കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച്, പിന്നെ മെയിൻലി നമ്മുടെ മലയാളികളുടെ മത്തി അതും വാങ്ങി. അങ്ങനെ കുറച്ച് ഫിഷൊക്കെ വാങ്ങിയിട്ട് പിന്നെ മോൾക്ക് സാൽമൺ വേണമെന്ന് പറഞ്ഞപ്പോൾ സാൽമൺ വാങ്ങിക്കാൻ വന്നു. ഇത് ഫ്രോസൺ ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാൻ നിന്ന്. പിന്നെ ഇവിടുത്തെ ഒരു വോളിൽ നല്ല ഭംഗിയിലാട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതും കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല രസം. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള അറബ് വിമൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും അവരുടെ. അങ്ങനെ പിന്നീട് നമ്മൾ പോയത്. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക, ഈ ഫിഷ് വാങ്ങിച്ചത് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ നേരം നമുക്ക് ഈ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അത് കാണാൻ വേണ്ടി പോയി. കാണാനല്ല, നമ്മൾ പോകുമ്പോൾ അവിടെ പോയി എന്തായാലും നമ്മൾ വാങ്ങിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് എന്താ വാങ്ങിക്കുക, നമ്മൾ ഓൾറെഡി നെസ്റ്റോന്നും ലുലുന്നൊക്കെ ഓൾറെഡി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ. പിന്നെ അവിടെ മാംഗോ കണ്ടപ്പോൾ നല്ല മാംഗോക്ക് കഴിക്കാൻ പൂതിയായി. അപ്പോൾ പിന്നെ മാംഗോ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിതേ മാംഗോ ഒക്കെ വാങ്ങിച്ച് നടന്ന്
പിന്നെ നമ്മളുടെ സ്റ്റേഷനറികൾ കിട്ടുന്ന സംഭവം ഒരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. മോള് ദേ ഇറങ്ങി വിട്ടാൽ പിന്നെ മോള് ഓട്ടോ തന്നെ ആയിരിക്കും. എവിടെ വെച്ചാൽ അവൾ നിൽക്കില്ല, ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അയ്യോ ഇവിടുന്ന് ഈ സ്റ്റേഷനറി ഏരിയയ്ക്ക് കടന്നാൽ പിന്നെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് തിരിക്കാം, നമുക്ക് വീണ്ടും നമുക്ക് ആ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റിലൂടെ തന്നെ പോവാമെന്ന് പറഞ്ഞ് ചിയുവിൻ്റെ ഡാഡ ഓടിയിട്ടാണ് നടക്കുന്നത്. ആൾക്ക് വർക്ക് കഴിഞ്ഞ് നല്ല പ്രഷറിലാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിതേ വീണ്ടും ഫിഷ് മാർക്കറ്റിലെത്തി. അങ്ങനെ നമ്മളിതേ മോളിതേ വീണ്ടും ഫിഷ് മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞ് ഫിഷിനെ കാണാൻ പോവാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കയ്യൊന്നും പിടിക്കില്ല, ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അപ്പോൾ നമ്മളിതേ വീണ്ടും എത്തി. അപ്പോൾ ഡാഡ പറഞ്ഞു ക്ലീൻ ചെയ്ത ഫിഷ് ഷിഫാദ് വാങ്ങിയിട്ട് വരാം, നിങ്ങളിവിടെ നിന്നോ, ഇനി കൂടുതൽ നടക്കാൻ വയ്യല്ലോ, ഇവളെ എടുത്ത് നടക്കണ്ടേ എന്ന് പറഞ്ഞ് മോളെ എടുത്ത് നടക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ അവൾക്ക് ഫിഷിനെയും കാണാമല്ലോ. അവൾ വീണ്ടും ഇങ്ങനെ അവളെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മൾ പോസ്റ്റായി കുറച്ച് നേരം അവിടെ തന്നെ നിന്ന്. അവൾക്ക് ഇപ്പം ഏകദേശം സമയം ഒരു 12:30 ആയിട്ടുണ്ടാവും. 12:30 ആയി. എന്നിട്ടും ആൾക്ക് ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ നോക്കി നിൽക്കുക തന്നെയാണ്. അപ്പോഴത്തേനും നമ്മൾ വീണ്ടും ഫിഷിൻ്റെ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് നിന്ന് ഡാഡനെയും കാത്ത് നിൽക്കുക എപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേനും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഡാഡ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മെല്ലെ ഡാഡൻ്റെ അടുത്ത് പോയി. അവൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഡാഡനെ. അപ്പോൾ മെല്ലെ നമ്മൾ ഡാഡൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകാനായി. അപ്പോഴത്തേനും അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ, അവിടെ പോയി. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇത് ക്രാബ് അവൾ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. അപ്പം നമ്മളിതേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങുക. ഇവിടുത്തെ എല്ലാം ഉണ്ട് ഷോപ്പ് ചെയ്യാൻ, നല്ല വലിയൊരു മാളാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ തിരിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി റൂമിലോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ ഒരു 12:45 ആയിട്ടുണ്ടാവും ടൈം. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ചുമ്മാ നോക്കി കാണാം, ഇനി പോവല്ലേ എന്ന് പറഞ്ഞ് അവിടേക്കൊന്നിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.